വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ. ഹെരോദ തൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യ ഹെരോദിയെ പരിഗ്രഹിച്ചുകൊണ്ട് അവൾ നിമിത്തം ആളയച്ചു യോഹന്നാനെ പിടിച്ചു തടവിലാക്കിയിരുന്നു. സഹോദരൻ്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്നത് നിനക്ക് വിഹിതമല്ല എന്ന് യോഹന്നാൻ ഹെരോദാവോട് പറഞ്ഞിരുന്നു. ഹെരോദിയോ അവൻ്റെ നേരെ പകവെച്ചു അവനെ കൊല്ലുവാനും ഇച്ഛിച്ചു. സാധിച്ചില്ല. യോഹന്നാൻ നീതിയും വിശുദ്ധിയുള്ള പുരുഷനെന്ന് ഹെരോദ പറഞ്ഞ് അവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്തു. അവൻ്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടുപോന്നു. എന്നാൽ ഹെരോദാവ് തൻ്റെ ജനനോത്സവത്തിൽ തൻ്റെ മഹത്തുക്കൾക്കും സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്ന് കഴിച്ചപ്പോൾ ഒരു തരം വന്നു. ഹെരോദ്യയുടെ മകൾ അകത്ത് ചെന്ന് നൃത്തം ചെയ്തു. ഹെരോദാവിനെയും വിരുന്നുകാരെയും പ്രസാദിപ്പിച്ച സമയം മനസ്സുള്ളത് ഏതെങ്കിലും എന്നോട് ചോദിച്ചു കൊള്ളുക, നിനക്ക് തരാമെന്ന് രാജാവ് ബാലയോട് പറഞ്ഞു. എന്ത് ചോദിച്ചാലും രാജ്യത്തിൽ പകുതിയോളം ആയാലും നിനക്ക് തരാമെന്ന് സത്യം ചെയ്തു. അവൾ പുറത്തിറങ്ങിയ അമ്മയോട് ഞാൻ എന്ത് ചോദിക്കണം എന്ന് ചോദിച്ചതിന് യോഹന്നാൻ സ്നാപകൻ്റെ തല എന്നവൾ പറഞ്ഞു. ഉടനെ അവൾ ബന്ധപ്പെട്ട് രാജാവിൻ്റെ അടുക്കൽ ചെന്നു ഇപ്പോൾ തന്നെ യോഹന്നാൻ സ്നാപകൻ്റെ തല ഒരു തളികയിൽ തരണമെന്ന് പറഞ്ഞു. രാജാവ് അതിദുഃഖിതനായെങ്കിലും ആണയും വിരുന്നുകാരെയും വിചാരിച്ച് അവളോട് നിഷേധിച്ചാൽ മനസ്സില്ലാഞ്ഞു. ഉടനെ രാജാവ് ഒരു അകമ്പടി അയച്ചു അവന് തല കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ പോയി തടവിൽ അവനെ ശിരച്ഛേദം ചെയ്തു. അവന് തല ഒരു തളികയിൽ കൊണ്ടുവന്നു ബാലയ്ക്ക് കൊടുത്തു. ബാല അമ്മയ്ക്ക് കൊടുത്തു. അവൻ്റെ ശിഷ്യന്മാർ അത് കേട്ടിട്ട് വന്ന് അവൻ്റെ ശവം എടുത്തു ഒരു കല്ലറയിൽ വെച്ചു. ഇത് കൃത്യമായി പറയുമ്പോൾ യോഹന്നാൻ സ്നാപകനെ കൊല്ലാൻ ഹെരോദാവിന് മനസ്സിലായിരുന്നു. എന്നാൽ ഒരു സ്ത്രീയുടെ ക്രൂരത, അവൾക്ക് ആ പ്രവചനം പറഞ്ഞ ശുശ്രൂഷകനോടുള്ള ദേഷ്യം അവളെ തീർത്തത് എന്തെല്ലാം നന്മ അവൾക്കുണ്ടാകാമായിരുന്നു. അവൾക്ക് വേണ്ട നന്മയല്ലേ, വേറൊരുത്തിൻ്റെ തിന്മയാണ്, വേറൊരുത്തിന് നശിച്ചു കാണുന്നതാണ്. ഇന്നും ഇപ്രകാരമുള്ള അനുഭവമുള്ളവരുണ്ടെങ്കിൽ ഒരാളുടെ നന്മ കണ്ട് സന്തോഷിച്ചാൽ മാത്രമേ നിനക്കും നിൻ്റെ സന്താനങ്ങൾക്ക് നന്മ വരികയുള്ളൂ. മറ്റൊരാൾ ആരുമായിക്കോട്ടെ, എത്ര ശത്രു ആയിക്കോട്ടെ, ഒരാളുടെ നന്മ കണ്ട് സന്തോഷിച്ച് അതിന് പകരം ശത്രുവിൻ്റെ തകർക്കുന്ന, ശത്രുവിനെ നശിപ്പിക്കുന്ന, ഇഷ്ടമില്ലാത്തവരെ നശിപ്പിക്കുന്ന നിൻ്റെ പ്രവണത നീ അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ ഇതുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല. ഇതാണ് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കൃപയും വ്യാപരിച്ച് ഞങ്ങൾക്ക് ശത്രുക്കളെ സ്നേഹിക്കുവാൻ, ഞങ്ങളോട് ഇഷ്ടമില്ലാത്തവരെ കരുതുവാൻ സ്നേഹിക്കുവാൻ, അവർക്ക് മുൻതൂക്കം കൊടുക്കുവാൻ ബലഹീനരാകുന്ന ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ ആവശ്യമായ ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ദൈവകൃപ കൊണ്ട് ഞങ്ങളെ നിറച്ചു കൊള്ളണമേ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു.